അരുൺ പേര് പറയണ്ട, പക്ഷേ മലയാളി ഇത് മനസ്സിലാക്കാൻ ഇനി സമയമെടുക്കയില്ല. ഇനി ഇതാരൊക്കെയാണ് ഇത് വെളിപ്പെടുത്തേണ്ട ബാധ്യതയിലേക്ക് കൂടി കടക്കേണ്ട സാഹചര്യത്തിലേക്ക് സർക്കാർ കടക്കും. ഒരുപക്ഷെ എന്തുകൊണ്ട് 4.5 വർഷത്തോളം ഈ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ റിപ്പോർട്ട് തന്നെയാണ്. ഈ വിവരങ്ങൾ മാത്രമാണ്. എങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയുക? എത്ര വിഗ്രഹങ്ങളാണ് ഉടഞ്ഞു പോകുക? ആ രീതിയിൽ പേര് പറയുന്നില്ലെങ്കിലും എക്സാമ്പിളുകൾ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ, അതായത് ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി വരെ അഭിനയിക്കേണ്ടി വന്നു എന്ന തരത്തിലുള്ള മൊഴികൾ പോലും കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പോലും അതിനകത്തില്ലേ? എക്സാമ്പിളുകൾ പോലും അതിനകത്തുകൂടെ പുറത്തു വരുന്നില്ലേ? തീർച്ചയായിട്ടും അപർണ, സംവിധായകർക്കെതിരെയും ആരോപണങ്ങളുണ്ട്. ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചു. ചുംബനങ്ങളിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചാൽ അത് അനുവദിക്കില്ല. രംഗങ്ങളിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചു എന്ന ഒരു സംവിധായകനെതിരെ ഒരു നടി മൊഴി നൽകിയിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്ത, അതായത് സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം നൽകുന്ന പ്രവണത സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമാകും പലപ്പോഴും സ്ക്രിപ്റ്റ് ലഭിക്കുക. സിനിമാ സെറ്റ് എത്തുമ്പോഴാകും ഒരുപക്ഷെ ഈ താരതമ്യേന പുതുമുഖ നടികൾ, ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സ്ക്രിപ്റ്റിനെ പറ്റി പോലും അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ റോൾ എന്ന് പോലും അറിയുക. കാരണം വളരെയധികം മത്സരമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും പുതുമുഖ നടിമാർക്ക്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ചോദിക്കാൻ കഴിയില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കും. ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ നിർബന്ധിക്കും. ന്യൂഡിറ്റി രംഗങ്ങളിൽ, അതായത് വസ്ത്രമില്ല ഒഴിവാക്കിക്കൊണ്ടുള്ള രംഗങ്ങളിൽ പോലും അഭിനയിക്കാനുള്ള നിർബന്ധം ഉണ്ടാകുന്നുണ്ട്. ന്യൂഡിറ്റി രംഗങ്ങൾ അഭിനയിക്കാൻ നിർബന്ധിക്കുന്നു. WCCക്കെതിരെ പരാമർശമുണ്ട്. കഴിവുണ്ട് WCCക്ക്, പക്ഷേ അതായത് WCC അഭിനയിക്കാനുള്ള കഴിവ് മാത്രമല്ല നായികമാർക്ക് പ്രധാനം. അങ്ങനെ കഴിവുണ്ടായാൽ മാത്രം പോരാ, WCC അംഗമായതിൽ അവസരം നിഷേധിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റപ്പെടുത്തൽ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. അത് അവർക്ക് നേരിട്ട്, അതായത് ഒരു ആരോപണം മാത്രമല്ല, അത് ഏതെങ്കിലും നടിയുടെ ഒരു ആരോപണമായി മാത്രമല്ല, അത് കമ്മീഷന് നേരിട്ട് ബോധ്യപ്പെട്ടുവെന്ന് ഹേമ കമ്മിറ്റി വ്യക്തമാക്കുന്നു. പ്രമുഖ നടനെപ്പറ്റി സംസാരിച്ചതിന് ഒരു യുവ ആർട്ടിസ്റ്റിനെ ഫീൽഡ് ഔട്ടാക്കി, അതായത് ഈ ഇത്തരത്തിലുള്ള മേൽക്കോയ്മകൾ, മേൽക്കോയ്മകൾ വലിയ പ്രാധാന്യത്തോടെ വളരെ പ്രശസ്തിയൊക്കെ ഉള്ള താരങ്ങൾ, അതായത് വലിയ ആരാധനയോടെ നമ്മൾ കാണുന്ന താരങ്ങൾ ചിലരായിരിക്കാം. ഒരുപക്ഷെ ഒരു നടനെപ്പറ്റി സംസാരത്തിന്റെ പേരിൽ മാത്രം ഒരു യുവ നടിയെ, ഒരു യുവ നായികയെ സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ടാക്കി. ആ ഫീൽഡിൽ നിന്ന് പോലും അവർ ഔട്ടായി പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. കോടതിയോ ഏതെങ്കിലും പരാതിയുമായി കോടതിയോ പോലീസിനെയോ സമീപിച്ചാൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാമെന്ന് നടിമാർ ഭയക്കുന്നു. അതായത് ഒരു പരാതി, ഒരു ദുരനുഭവം ഉണ്ടായാൽ അത് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായാൽ നടിമാരെ പരസ്യമായി സൈബർ ഇടങ്ങളിൽ അശ്ലീല ഭാഷയിൽ ആക്രമിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്ത് നടിമാരെ നാണം കെടുത്തുന്നുണ്ട്. സിനിമയിലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയാൽ വലിയ റിസ്ക്കാണ് നടിമാർക്ക് മാത്രമല്ല അവരുടെ ബന്ധുക്കൾക്ക് പോലും നേരിടേണ്ടി വരുന്നതെന്ന ഭയം ഈ സ്ത്രീകൾക്കുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ മോശം പ്രവണതകളെക്കുറിച്ച്, അവരുടെ ഏറ്റവും മോശം പ്രവണതകളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇത് നടിമാർക്ക്, നായികമാർക്കോ അങ്ങനെ ഉള്ള ആളുകൾക്ക് മാത്രമല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക്, വനിതകൾക്ക് ദുരനുഭവം ഉണ്ടാകുന്നുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ അവിശുദ്ധ സഖ്യം തന്നെ സിനിമാ മേഖലയെ ഭരിക്കുന്നു എന്ന ഗുരുതരമായ കുറ്റപ്പെടുത്തൽ ഈ റിപ്പോർട്ടിലുണ്ട്. അതായത് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ അവിശുദ്ധ സഖ്യം, അവിശുദ്ധ കൂട്ടുകെട്ട് ഈ സിനിമാ മേഖലയെ ബാധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെ മറ്റൊരു പേര് ഇപ്രകാരം പറയുന്നു: ദോ ദ പ്രോബബിൾ ഡിലേ ദാറ്റ് വുഡ് ബി കോസ്റ്റ് ഫോർ ഫൈലിംഗ് ദ റിപ്പോർട്ട്സ് വാസ് deciding factor, it was necessary and inevitable to study the problems of junior artists. Having received a complaint and instruction from the government, we are bound to examine junior artists, especially since the അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പരാതി കൂടി പരിഗണിക്കേണ്ടിയിരുന്നു. പക്ഷേ അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അതായത് സിനിമയിൽ മുതിർന്ന ഒരു കലാകാരിയുടെ, ഒരു അഭിനേത്രിയുടെ അനുഭവമാണ് ഇതിൽ പറയുന്നത്. എ വെരി സീനിയർ ആർട്ടിസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ വുമൺ ഡു നോട്ട് ബോദർ ടു സ്പീക്ക് ഔട്ട് അബൌട്ട് ദ സെക്ഷൽ ഹാരാസ്മെന്റ് ദേ അണ്ടർഗോ. അതായത് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ലൈംഗികമായ അതിക്രമം നേരിട്ടാൽ പോലും അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. ദിസ് ഈസ് ബിക്കോസ് ദേ ആർ അഫ്രൈഡ് ഓഫ് ദ ബാഡ് നെയിം ആൻഡ് എക്സ്പീരിയൻസ് ദേ ആർ ലൈക്ലി ടു എൻഡ്യൂർ ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞാൽ ഭാവിയിൽ അവർ നേരിടാൻ പോകുന്ന ദുരനുഭവങ്ങൾ, അവരുടെ പേര് മോശമാക്കുന്ന പ്രവണത സിനിമാ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത് പറയാൻ മുതിർന്ന താരങ്ങൾ പോലും മടിക്കുന്നു എന്ന കണ്ടെത്തലുണ്ട്. Another witness who had to endure such a bad name opinion that there is nobody to speak on behalf of such women. അതായത് ഇങ്ങനെ പേര് വന്നാൽ പിന്നീട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും തയ്യാറാകില്ല, ആരും വരാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. they may even lost their jobs in cinema. അവർക്ക് സിനിമയിൽ അവസരങ്ങൾ നഷ്ടമാകും. Another witness who had
to endure such a bad name, opined that there is nobody to speak their on behalf of the woman. In case some people support such a person, they too will be subjected to bad experience. അതായത് ഇങ്ങനെ പരാതി പറയുന്ന സ്ത്രീകളെ, നായികമാരെ സഹായിച്ചവർ പോലും പിന്നീട് മോശം ഇടപെടലുകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. The reason why there were so few women in Malayalam cinema is that the cinema is male dominated industry. അതായത് എന്തുകൊണ്ട് മലയാള സിനിമയിൽ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ തുലവും കുറവാണെന്ന് ചോദിച്ചാൽ ഇതൊരു പുരുഷ മേധാവിത്വമുള്ള വ്യവസായം എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. Both in terms of numbers and in terms of control exercised in the sector. This is especially so in the case of ടെക്നീഷ്യൻസ്. അത് തന്നെയാണ് നായികമാരുടെ കാര്യത്തിൽ മാത്രം സാങ്കേതിക വിദഗ്ധരുടെ കാര്യത്തിലും അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. The argument is that cinematography is a man's job and അൺസ്റ്റേബിൾ ഫോർ വുമൺ ഇൻ. അതായത് ഛായാഗ്രഹണം അത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ട കാര്യമായി സിനിമയിൽ കാണുന്ന ആളുകളുണ്ട്. സ്ത്രീകൾക്ക് അവിടേക്ക് കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ആർത്തവ സമയത്ത് പോലും സ്ത്രീകൾക്ക് വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. മൂത്രപ്പുര പോലും അനുവദിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. അതായത് സ്ത്രീകളുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും, ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് ലഭ്യമാക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ സിനിമാ മേഖലയിൽ അവർക്ക് നിഷേധിക്കപ്പെടുന്നു. ആർത്തവ സമയത്ത് പോലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. മൂത്രപ്പുര പോലും അനുവദിക്കുന്നില്ല. വെള്ളം കുടിക്കാനുള്ള അവസ്ഥ നൽകുന്നില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വിഷമമാണ് ഈ തരത്തിൽ അവർ പറയുന്നത്. ഡ്യൂറിംഗ് മെൻസ്ട്രൽ periods the women in cinema face a very rough time without being in a position to use smarter or other facility even to change or dispose sanitary napkins. It is pointed out. അതായത് നമ്മൾ നാട് മുഴുവൻ സ്ത്രീകളുടെ കുട്ടികളുടെ സ്കൂളുകൾ ഉൾപ്പെടെ കുട്ടികൾക്ക് പോലും അത്തരത്തിൽ സാനിറ്ററി നാപ്കിനൊക്കെ ഉപയോഗിക്കാൻ വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറെടുക്കുന്ന സർക്കാർ അല്ലെങ്കിൽ പല സ്കൂളിൽ ഇതിനകം ഏർപ്പെടുത്തി കഴിഞ്ഞു. അത്തരത്തിലുള്ള കേരളത്തിലാണ് ഈ സിനിമാ മേഖല സ്ത്രീകൾക്ക് അതിനുള്ള അവകാശം പോലും പലപ്പോഴും നിഷേധിക്കപ്പെടുന്നത്. ശുചിമുറിയിൽ പോകാനുള്ള അവസരം പോലും പലപ്പോഴും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നിഷേധിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായുള്ള അസുഖങ്ങൾ അവർക്ക് ഉണ്ടാകുന്നു, ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ ഈ കമ്മീഷൻ തന്നെ ഒരു ഭാഗത്ത് പറഞ്ഞ പ്രകാരമാണ്. I was surprised to hear from a junior artist is that she was not allowed to go to toilet by the production unit since it takes 10 minutes by walk to reach a convent space or going to the convenient place or going to the toilet. അതായത് ടോയ്ലറ്റിൽ പോകാൻ പോലും അവസരം നിഷേധിക്കുന്നു. Many of them have landed up in hospitals. അതായത് ഈ ശുചിമുറി യഥാസമയം ഉപയോഗിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടേണ്ടി വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ദുരവസ്ഥയെപ്പറ്റി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. താരങ്ങൾ തിളക്കമുള്ള, പുറമേ തിളങ്ങുന്ന താരങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ്, അവർക്കുള്ളിൽ എന്താണ്, ആ വിഗ്രഹങ്ങൾ എങ്ങനെയാണ് ഉടഞ്ഞു വീഴുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ടിലെ ഓരോ വരിയിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഭീതി തുറന്നു പറഞ്ഞവരുണ്ട്. WC അംഗങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുന്നു. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രം അവർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു. രഹസ്യ വിലക്ക്, അപ്രഖ്യാപിത വിലക്ക് നേരിടേണ്ടി വന്ന സിനിമാ താരങ്ങൾ, വനിതാ താരങ്ങൾ നമ്മുടെ സിനിമാ മേഖലയിലുണ്ട് എന്നത് നമ്മൾ അല്പം ലജ്ജയോടുകൂടി കാണേണ്ട കാര്യമാണ്. ഭീതി തുറന്നു പറഞ്ഞവരുണ്ട്. പ്രൊഡ്യൂസർമാരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ഡ്രൈവർമാരായി നിയമിക്കരുതെന്ന നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നു. ഡ്രൈവർമാരുടെ പശ്ചാത്തലം പരിശോധിച്ചിരിക്കണം. അതായത് നമ്മൾ ഇത് ചേർത്ത് വായിക്കേണ്ടത് കൊച്ചിയിൽ സ്ത്രീ ആക്രമിക്കപ്പെട്ട സംഭവമായി കൂടി ഇത് ചേർത്ത് വായിച്ചു പോകണം. പ്രൊഡ്യൂസർമാർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ഡ്രൈവർമാരായി നിയമിക്കരുത്. ഡ്രൈവർമാരുടെ പശ്ചാത്തലം പരിശോധിക്കണം. അതായത് ഡ്രൈവർമാർ മുതൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർ മുതൽ സംവിധായകരും നിർമ്മാതാക്കളും വരെ മുതിർന്ന താരങ്ങൾ വരെ സിനിമാ മേഖല സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. സിനിമയിലേക്ക് ആദ്യ കാലെടുത്തു വയ്ക്കാൻ തയ്യാറായി ആഗ്രഹത്തോടെ വരുന്ന പെൺകുട്ടികൾ ആദ്യം നേരിടേണ്ടി വരുന്ന ചോദ്യം, നിങ്ങൾ വഴങ്ങാൻ തയ്യാറാണോ? നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസ് തയ്യാറാണോ? മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ഏറ്റവും അധികം പരിചയമുള്ള രണ്ട് വാക്കുകൾ ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസുമായി മാറുന്നു എന്ന അതീവ നാണം കെട്ട അവസ്ഥയിലേക്ക് സിനിമാ മേഖല, മലയാള സിനിമാ മേഖല, രാജ്യം മുഴുവൻ ബഹുമാനിക്കപ്പെടുന്ന, ലോകം ഒരുപക്ഷെ പലപ്പോഴും ഉറ്റുനോക്കുന്ന മലയാള സിനിമാ മേഖല ഇത്തരത്തിൽ അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എല്ലായിടത്തും നിർബന്ധമാണ്. സിനിമാ മേഖല അത് പേരിന് മാത്രമാണ്. സ്ത്രീകൾ സിനിമാ മേഖലയിലെ കടന്നു വരുന്നത് കലയോടുള്ള ആഭിമുഖ്യം കാരണമാണെന്ന് ഈ മേഖലയിലെ പുരുഷന്മാർക്ക് ചിന്തിക്കാനാകുന്നില്ല. അവർ പേരിനും പ്രശസ്തിക്കും പണത്തിനുമായാണ് എത്തുന്നത്. ഒരു അവസരത്തിനായി ഏത് പുരുഷനോടൊപ്പം കിടക്ക പങ്കിടണമെന്നുള്ള ചിന്തയാണ് സിനിമാ മേഖലയിലെ ചില പുരുഷന്മാർക്ക്. അത്യന്തം ഗുരുതരമായ കണ്ടെത്തലുകളാണ്. അതായത്
സ്ത്രീകൾ സിനിമ കലാകാരന്മാർ നമ്മളറിയാം, നമ്മൾ പല അഭിമുഖങ്ങളിലും കാണുമ്പോൾ മലയാളികളുടെ പ്രിയ താരങ്ങളൊക്കെ പറയുന്നു തങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം, സിനിമയിലേക്ക് കടന്നു വരണം അവരുടെ ആഗ്രഹം. അങ്ങനെ കലാരംഗത്തേക്ക് കടന്നു വരുന്നവർ ഈ നായക നടന്മാരോ അല്ലെങ്കിൽ പുരുഷ കലാകാരന്മാരോ മാത്രമല്ല, സ്ത്രീകൾ കടന്നു വരുന്നതും സിനിമാ മേഖലയുടെ താല്പര്യം കൊണ്ട് തന്നെയാണ്, കലയോടുള്ള അടങ്ങാത്ത ആവേശം കൊണ്ട് തന്നെയാണ്, അഭിനിവേശം കൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ സിനിമാ മേഖലയിലെ താരങ്ങൾക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. റിപ്പോർട്ട് വിഭാഗത്ത് പറയുന്നു, സ്ത്രീകൾ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് കലയോടുള്ള ആഭിമുഖ്യം കാരണമാണെന്ന് ഈ മേഖലയിലെ പുരുഷന്മാർക്ക് ചിന്തിക്കാനാകുന്നില്ല. അവർ പേരിനും, അതായത് വനിതകൾ, സ്ത്രീകൾ, അവർ പേരിനും പ്രശസ്തിക്കും പണത്തിനുമായാണ് എത്തുന്നതെന്നും ഒരു അവസരത്തിനായി ഏത് പുരുഷനോടൊപ്പം കിടക്ക പങ്കിടുന്നുമുള്ള ചിന്തയാണ് സിനിമാ മേഖലയിലെ ചില പുരുഷന്മാർക്ക്.